ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ഉന്നക്കായാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിരിക്കണം. അതിലേക്ക് നമ്മൾ നെയ്യ് ആഡ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്തെടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ചൂട് കൂടാനൊന്നും പാടില്ല. നല്ലോണം നെയ്യൊന്ന് അലിയിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഒന്ന് പൊരിച്ചെടുത്തിട്ടൊന്ന് നമുക്ക് മാറ്റിയെടുക്കണം. അത് നമുക്ക് ആദ്യം മുന്തിരി ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി ഇതൊന്ന് പൊരിച്ചെടുക്കുക. നമ്മൾ അടിപൊളി ഒരു ഉന്നക്കായ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. ഒരു ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. എന്നിട്ട് അത് പൊരിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ അണ്ടിപ്പരിപ്പ് ഇട്ടെടുത്ത് അതേപോലെ പൊരിച്ച് മാറ്റി വെക്കട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ നല്ലോണം അയക്കണം. നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് കോരിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു വലിയ തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഫുള്ളിട്ട് കൊടുക്കട്ടോ. നമ്മളിതിൽ കൂട്ടുണ്ടാക്കാൻ പോവുകയാണ് ഉന്നക്കായൻ്റെ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ആദ്യം പൊരിച്ച നെയ്യിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. പാന് നമ്മൾ പൊരിച്ച് മരിച്ച മുന്തിരി അണ്ടിപ്പരിപ്പ് എന്നിട്ട് നമുക്ക് നല്ല ഇളക്കി കൊടുത്തിട്ട് നല്ല മിൽമൻ്റെ നെയ്യിട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരു 5 പഴം ഇതിനാവശ്യമാണ്. നമ്മൾ പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത് ഇതായിക്കണം നോക്കാം. ഒരു ഗ്ലാസ് വെള്ളം 5 പഴം ഇങ്ങനെ ഇട്ടെടുക്കാം. ഇനി നമുക്കിത് തൊലി കളയുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് ഒരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. 3 or 4 സ്പൂണായിട്ട് ഇട്ട് കൊടുക്കാം. മധുരം ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. നമ്മുടെ പഴം നല്ലോണം അയക്കണം. നമുക്കിതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം പഴം. അപ്പോൾ നമ്മളിത് നല്ല ഇളക്കി കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ വരെ നല്ല ഇളക്കി കൊടുക്കട്ടത്. നല്ലോണം ഇളക്കിയിട്ട് ഞാൻ ഇടയ്ക്കിടെ നെയ്യ് ഇറക്കാൻ പറഞ്ഞിരിക്കണം. അപ്പം നമുക്ക് 1 സ്പൂണും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പഴം ഇതിങ്ങനെ സ്പൂണിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക. തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല നമ്മൾ എടുക്കുന്ന പ്ലേറ്റിലൊന്നും. നമ്മളിത് ആയി വരുന്നുണ്ട്. നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നേരത്തെ ഇതിട്ടെടുത്ത മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക നമുക്ക്. എന്നിട്ട് നല്ലോണം ഇളക്കട്ടോ. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ കൊള്ളായിട്ട് ഉടച്ച് വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഉടച്ച് വെച്ച പഴം ഇട്ട് കൊടുത്തുകണ്. ഇനി അതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് അരിപ്പൊടിയെ ആഡ് ചെയ്താൽ കൊടുക്കാൻ പാടുള്ളൂ. നമ്മളിതിന് പാകത്തിനനുസരിച്ച് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ. നല്ലോണം കുഴച്ച് ഇതിന് പാകത്തിനനുസരിച്ച് എടുക്കുക. നമുക്കൊന്ന് കുഴച്ചെടുത്ത് വരാം. നമ്മൾ നല്ല കുഴച്ചെടുത്തുകണ്. നമ്മൾ നേരത്തെ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുക. കുറച്ച് എണ്ണ നല്ലോണം കയ്യിലൊന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം കയ്യിൽ എണ്ണ ആക്കിയെടുത്ത് കുറച്ച് ഈ മാവ് എടുക്കുക. എന്നിട്ട് നല്ലോണം കയ്യിലിട്ടൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കയ്യിൽ ഒട്ടായിരിക്കാനായിട്ട് നമ്മൾ എണ്ണ നിർബന്ധമായും ചേർക്കണം. എന്നിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കട്ടോ. നല്ലോണം നമുക്കിതൊന്ന് നല്ലോണം പരത്തി ടീപ്പുളിയൊക്കെ എടുത്തിട്ട് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് ഇതിലൊക്കെ വെച്ച് കൊടുക്കുക.
ഒരു 3 സ്പൂൺ, നിങ്ങൾക്ക് എത്ര സ്പൂണാണോ നിങ്ങൾ എത്രത്തോളം പരത്തുന്നോ അതിനനുസരിച്ച് വെച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. തീരെ വിള്ളലൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ പൊരിക്കുമ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് പൊരിച്ചെടുക്കുമ്പോൾ നമുക്കിങ്ങനെ വിള്ളലൊക്കെ വന്നാൽ വേഗം എണ്ണയിലിടുമ്പോൾ ഇതാവും കേട്ടോ, വിണ്ടു പോകും, നമുക്ക് പൊരിക്കാൻ പറ്റില്ല. കയ്യിലിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കാം. നമ്മുടെ അടിപൊളി ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. എല്ലാം ചെയ്തിക്കണം. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം